Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme Narzo 10ന്റെ ഗെയിമിംഗ് റിവ്യൂ ആണ്. ഒരുവിധം നല്ലൊരു ബഡ്ജറ്റിലാണ് Realme Narzo 10 ഇറങ്ങിയിരിക്കുന്നത്. 12,000 രൂപയാണ് Realme Narzo 10ന്റെ സെയിൽ പ്രൈസ് വരുന്നത്. ഫ്ലിപ്കാർട്ടിലാണ് മെയിനായിട്ട് സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കൂടുതൽ കളർ ഓപ്ഷൻസും അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും സാംസങ് M21, സാംസങ് M11 എന്ന ഫോണുകളെക്കാളും കുറച്ചും കൂടി നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് Realme Narzo 10ൽ ലഭിക്കുന്നുണ്ട്. എന്തായാലും Realme Narzo 10ന്റെ ഓവറോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. നമ്മൾ അതിനെ കളിച്ച് നോക്കാൻ പോകുന്നത് Pubg ആണ്. അതിനുശേഷം Call of Duty Pess 2020, Asphalt 9, Freefire എന്ന ഗെയിമുകളും നമ്മൾ കളിച്ച് നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഗെയിമിങ്ങിലേക്ക് പോകാം. ഗെയിം കളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ബാറ്ററി ലെവൽ 67%, ടെമ്പറേച്ചർ 32 ഡിഗ്രി. Realme Narzo 10ൽ ഡിഫോൾട്ട് സെറ്റിങ്സ് വരുന്നത് HD ഗ്രാഫിക്സ് ലെവൽ, ഹൈ ഫ്രെയിം റേറ്റ് ആണ്. HDR ഓപ്ഷൻ നമുക്ക് നിലവിൽ അവൈലബിൾ അല്ല. നമ്മളിപ്പോൾ ഡിഫോൾട്ട് സെറ്റിങ്സിൽ Pubg കളിക്കാൻ പോവാണ്. mAh ബാറ്ററിയും മീഡിയാടെക് Helio G80 പ്രോസസ്സറും കൂടി ആകുമ്പോൾ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമാണ് Realme Narzo 10ൽ നമുക്ക് ലഭിക്കുന്നത്. മാർക്കറ്റിലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് നല്ലൊരു ഗെയിമിംഗ് ഡിവൈസായിട്ട് Realme Narzo 10നെ ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ള Vivo U20, Redmi Note 8, സാംസങ് M11 എന്നീ ഡിവൈസുകളൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ബെറ്റർ ഗെയിമിംഗ് നമുക്ക് Realme Narzo 10ൽ ലഭിക്കുന്നുണ്ട്. നമുക്ക് വളരെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി Pubg Realme Narzo 10ൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റിന് മേലെ ഗെയിം കളിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 62%, ടെമ്പറേച്ചർ 40 ഡിഗ്രിയാണ്. സ്ഥിരം ഗെയിമിംഗ് ഡിവൈസുകളിൽ കാണുന്ന ഒരു ഹീറ്റിംഗ് റേഞ്ച്, അതായത് ഒരു 39 to 42 ഡിഗ്രി നമ്മൾ ഹീറ്റിംഗ് ഇഷ്യൂസ് കാണാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഹീറ്റിംഗ് ഇഷ്യൂ നമുക്ക് Realme Narzo 10ലും കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു അബ്നോർമൽ ഹീറ്റിംഗ് ഇഷ്യൂ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഈ ഒരു റേഞ്ചിൽ ഒരുവിധം ഡിവൈസുകളൊക്കെ ഹീറ്റ് ആവുന്നതാണ്. ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത് Call of Duty എന്ന ഗെയിമാണ്. Call of Duty നമുക്ക് യാതൊരുവിധ ഇഷ്യൂ ഇല്ല. നമുക്ക് Realme Narzo 10ൽ വളരെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ലാഗൊന്നും നമുക്ക് ഗെയിം കളിക്കുന്നതിനിടയിൽ ഫീൽ ചെയ്യുന്നില്ല. നമുക്കൊരു റേസിംഗ് ഗെയിം, അതായത് നമ്മളിപ്പോൾ കളിച്ചു നോക്കാൻ പോകുന്നത് Asphalt 9 ആണ്.
Realme Narzo 10 എങ്ങനെയാണ് എത്രത്തോളം ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുമെന്ന് നോക്കാം. Realme Narzo 10 Asphalt 9 യാതൊരു ഇഷ്യൂ ഇല്ല. നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി നല്ല ഗ്രാഫിക്സ് ക്വാളിറ്റിയോട് കൂടി നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ Pess 2020 എന്ന ഗെയിം ഒന്ന് കളിക്കാൻ പോവാണ്. Pess 2020 നമുക്ക് നല്ല രീതിയിൽ തന്നെ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. മീഡിയം ക്വാളിറ്റിയിലാണ് നമ്മൾ ഗെയിം കളിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിൽ നമുക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് Realme Narzo 10. നമ്മൾ അവസാനമായിട്ട് Freefire കൂടി കളിച്ച് നോക്കാൻ പോവാണ്. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുമെന്ന് നോക്കാം. ഫ്രീ ഫയറും നമുക്ക് നല്ല രീതിയിൽ തന്നെ Realme Narzo 10 കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് Realme Narzo 10. സെയിലിലും കാര്യങ്ങളൊക്കെ ഫ്ലാഷ് സെയിലാണ് നടക്കുന്നത്. അപ്പോൾ ഫ്ലാഷ് സെയിൽ കാര്യങ്ങളിലൊക്കെ നമുക്ക് ലഭിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമാണ് Realme Narzo 10 ഈ ഒരു സെഗ്മെൻറ്റിൽ തീർച്ചയായിട്ടും നല്ലൊരു ബെസ്റ്റ് പെർഫോമിംഗ് ഗെയിമിംഗ് ഡിവൈസായിട്ട് Realme Narzo 10 മാറുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയുമായി നാളെ കാണാം.